നമുക്കറിയാം 2023 മുതൽ ഇസ്രയേൽ എന്ന് പറയുന്ന ഭീകരരാഷ്ട്രം ഈ ലോകത്ത് എല്ലാ അന്തർദേശീയ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുകയാണ്. എന്നാൽ അന്നൊക്കെയും യൂറോപ്യൻ രാജ്യങ്ങളും അതുപോലെ അമേരിക്കയും തൻ്റെ കൂടെയുണ്ട് എന്ന ധൈര്യത്തിൽ തൻ്റെ മത തീവ്രവാദം കൊണ്ട് ഒരു ഭീകര ചിന്ത മനസ്സിലുള്ളത് കൊണ്ട് നെതന്യാഹു എന്ന് പറയുന്ന ഭരണാധികാരി ഗാസയിലെ പാവപ്പെട്ട മുസ്ലിമീങ്ങളെ അല്ലെങ്കിൽ മനുഷ്യരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ ഇതുവരെയായും കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ അന്തർദേശീയ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തി ഇസ്രയേൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളും അതുപോലെ ലോകത്തെ ബഹുഭൂരിപക്ഷം രാജ്യങ്ങളും ഈ ഇസ്രയേലിൻ്റെ ചെയ്തികളെയും ഇസ്രയേലിൻ്റെ നിയമങ്ങൾ കാറ്റിൽ പറത്തുന്ന പ്രവർത്തനങ്ങളെയും മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഇന്നലെ നമ്മുടെ നെതന്യാഹു അവിടെ തന്നെ പത്രമാധ്യമങ്ങൾക്ക് മുന്നിൽ ജനങ്ങൾക്ക് മുന്നിൽ ഒരു മീറ്റിങ്ങിൽ പറയുന്നത്, ഇസ്രയേൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നമുക്ക് നാം മാത്രമാണ് ഉള്ളത് എന്ന ഒരു തിരിച്ചറിവ് നമുക്ക് വരണം, സാമ്പത്തികമായി ഇസ്രയേൽ ഒറ്റപ്പെടുന്നു എന്ന രീതിയിലാണ് നെതന്യാഹു പറഞ്ഞത്. ആരെന്തു പറഞ്ഞാലും ഞങ്ങൾ തിരിച്ചടിക്കും, ഞങ്ങൾ ഇല്ലാതാക്കി കളിയും എന്നൊക്കെ ഭീഷണി മുഴക്കുന്ന ഈ ഭീകര പ്രധാനമന്ത്രി വിഷമത്തോടുകൂടെ തൻ്റെ ജനങ്ങളോടൊരു കാര്യം പറയുക, ഇസ്രയേൽ ലോകരാജ്യങ്ങളിൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന വിഷയം പറയുമ്പോൾ അവിടെയുള്ള ഓപ്പോസിഷൻ ലീഡർ, പ്രതിപക്ഷ നേതാവ് തന്നെ പറയുന്നു, ഇസ്രയേൽ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഒറ്റപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണം ഈ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നയങ്ങൾ മാത്രമാണെന്ന് അവിടെയുള്ള ജൂതരാഷ്ട്രത്തെ ഓപ്പോസിഷൻ ലീഡർ പോലും പ്രതികരിക്കുകയാണ്. നമുക്കറിയാം, അന്തർദേശീയ രാജ്യങ്ങൾ യൂറോപ്പിലും അമേരിക്കയിലും വരെ സാധാരണ രീതിയിൽ നിന്ന് വിഭിന്നമായി ഇസ്രയേലിനെതിരെ വളരെ ശക്തമായ സമരങ്ങളും പ്രക്ഷോഭങ്ങളും അരങ്ങേറുന്നത് അവിടുത്തെയൊക്കെ ഭരണകൂടങ്ങളെ കണ്ണു തുറപ്പിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇസ്രയേൽ പണ്ട് എങ്ങുമില്ലാത്ത രീതിയിൽ ഇസ്രയേൽ ഉപരോധത്തിലേക്ക് പോകുകയാണ്. ലോകരാജ്യങ്ങൾ മുഴുവനും ഇസ്രയേലിനെ, പ്രത്യേകിച്ച് ഇപ്പോൾ ദോഹയെ ആക്രമിച്ചതോടുകൂടി ബന്ധമുള്ള അറബ് രാജ്യങ്ങൾ പോലും ഇനി അത്തരത്തിലൊരു ബന്ധം ആവശ്യമില്ല എന്ന രീതിയിലേക്ക് പോയി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഗാസ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്കറിയാം, കഴിഞ്ഞ ട്രംപ് ഭരണകാലത്ത് എബ്രഹാം അക്കോർഡ് എന്ന് പറഞ്ഞുകൊണ്ട് ബഹ്റൈനുമായും അതുപോലെ UAE-യുമായും അത്തരത്തിലുള്ള സുഡാനുമായും ഒക്കെ ഒരു ഇസ്രയേലുമായി ഒരു ബന്ധം സ്ഥാപിക്കുന്ന രീതി മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ ഈ ഗാസ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അവർ പോലും ഈ ഇസ്രയേലുമായുള്ള ബന്ധം വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അത്തരത്തിൽ ഇസ്രയേലിന് എന്തിലധികം അറബ് ലോകത്ത് നിന്ന് മാത്രമല്ല, യൂറോപ്പിൽ നിന്ന് വരെ സ്പെയിൻ ഇപ്പോൾ ഇസ്രയേലിനെ പൂർണ്ണമായും ഉപരോധിച്ചു കഴിഞ്ഞു. യൂറോപ്പിലെ പല രാജ്യങ്ങളും, ഫ്രാൻസ്, എമ്മാനുവൽ മാക്രോണിൻ്റെ നേതൃത്വത്തിൽ ഫ്രാൻസ് വളരെ ശക്തമായാണ് ലോകരാജ്യങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇസ്രയേലിന് ആയുധം കൊടുക്കരുത് എന്നുള്ള കാര്യം. ഇസ്രയേൽ ഇത്തരത്തിൽ തന്നെ തുടരുകയാണെങ്കിൽ സ്വതന്ത്ര ഫലസ്തീനെ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറാകും, അതുപോലെ ഇസ്രയേലിൻ്റെ മേൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന ഭീഷണിയാണ് ഏത് കാലത്തും ഇസ്രയേലിൻ്റെ കൂടെയുള്ള UK ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ സ്പെയിന്, അയർലൻഡ്, നോർവ, ബെൽജിയം തുടങ്ങിയ രാജ്യങ്ങളൊക്കെ സ്വതന്ത്ര ഫലസ്തീനെ, അതുപോലെ ഫ്രാൻസ് പോലെയുള്ള രാജ്യങ്ങളൊക്കെ സ്വതന്ത്ര ഫലസ്തീനെ അംഗീകരിക്കുന്ന രീതിയിലേക്ക് ഈ കാര്യങ്ങൾ എത്തി നിൽക്കുന്നതോടൊപ്പം യൂറോപ്പിൽ നടക്കുന്ന യൂറോവിഷൻ പോലെയുള്ള പരിപാടികളിൽ നിന്ന് ഇസ്രയേൽ പങ്കെടുക്കുകയാണെങ്കിൽ നെതർലാൻഡിലെയും അതുപോലെ അയർലൻഡിലെയും ചില സ്ഥാപനങ്ങൾ പറഞ്ഞത്, ഞങ്ങൾ ആ പരിപാടിയിൽ പങ്കെടുക്കുകയില്ല എന്നാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇസ്രയേലിനെ യൂറോപ്പ് ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന ഒരു വിഷയമാണ്. അതായത് പല യൂറോപ്യൻ രാജ്യങ്ങളും ഇസ്രയേലിലേക്ക് ബില്യൺ കണക്കിന് ഡോളറിൻ്റെ ആയുധങ്ങൾ കയറ്റി അയക്കുന്ന രാജ്യങ്ങളായിരുന്നെങ്കിൽ ആ രാജ്യങ്ങൾ ആയുധങ്ങൾ കൊടുക്കുന്നില്ലെന്ന് മാത്രമല്ല, ഇസ്രയേലിൽ നിന്ന് ആയുധങ്ങൾ സ്വീകരിക്കുന്നതും, അങ്ങനെ ഇസ്രയേലുമായുള്ള മൊത്തം കരാറുകൾ
മരവിപ്പിച്ചു കളഞ്ഞു എന്നുള്ളതാണ്. തുർക്കിയെ പോലെയുള്ള രാജ്യങ്ങൾ ഇസ്രയേലിന് വ്യോമപാത പോലും അടച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് ഇസ്രയേൽ പ്രധാനമന്ത്രിയും ഇസ്രയേലും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വെറും അമേരിക്കയുടെ മാത്രം ഒരു സപ്പോർട്ടിലേക്ക് ഇസ്രയേൽ ചുരുങ്ങിക്കഴിഞ്ഞപ്പോഴാണ് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് എന്ന രീതിയിൽ ബെഞ്ചമിൻ നെതന്യാഹു ജനങ്ങളോട് പറയുന്നത്, നമ്മൾ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ ഐസൊലേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മൾ അതിനോട് പൊരുത്തപ്പെടണം. വരും ഭാവിയിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒറ്റപ്പെടലിനോട് നമ്മൾ സ്വയം പര്യാപ്തത നേടണം. ലോകരാജ്യങ്ങളൊന്നും നമുക്ക് തരാത്ത രീതിയിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മാത്രം ചെയ്തി കൊണ്ടാണ് ഇത്തരത്തിൽ പോയത് എന്നുള്ളതാണ് അതിലെ മറ്റൊരു സംഗതി എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം, GDP-യുടെ വളർച്ച ഇസ്രയേലിൽ യുദ്ധം തുടങ്ങിയ 2023 തന്നെ വലിയ തകർച്ചയാണ് നേരിട്ടത്. 1.8 കൂപ്പുകുത്തുകയും അത് 2024 1% കൂപ്പുകുത്തുകയും ഇപ്പോൾ 2025 കാര്യം പറയാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമുക്കറിയാം, ഇസ്രയേലിനെ അറബ് രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും ഒന്നടങ്കം ഉപരോധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. ദിവസേന ഉപരോധിക്കാത്ത രാജ്യങ്ങളൊക്കെ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുകയും ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ഞങ്ങൾ ആയുധം തരില്ലെന്ന് പറയുകയും ഇസ്രയേലിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഇനി വാങ്ങുകയില്ലെന്ന് പറയുകയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് ഇസ്രയേൽ എത്തി നിൽക്കുമ്പോൾ 2025 വർത്തമാനം ഇസ്രയേൽ നേരിട്ട് കൊണ്ടിരിക്കുന്നത് ഏറ്റവും ശക്തമായ ഒരു എക്കണോമിക്കൽ ക്രൈസിസ് ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ കാലയളവിൽ ഇസ്രയേൽ നേരിടുന്നത് ഉയർന്ന യുദ്ധച്ചെലവ് എന്നുള്ളതാണ്. കോടിക്കണക്കിന് ഡോളറിൻ്റെ യുദ്ധസാമഗ്രികളാണ് ഇസ്രയേൽ ഗാസയിൽ കൊണ്ടുപോയി വെറും ചെറിയ ശതമാനം മാത്രമുള്ള ജനങ്ങൾ ജീവിക്കുന്ന ഈ ഗാസയിൽ കൊണ്ടുപോയി ചിലവഴിക്കുന്നത്. അതുപോലെ തന്നെ ഇസ്രയേലിൽ നിന്ന് കയറ്റുമതി ഇടിവുണ്ടായി. കയറ്റുമതി സാധനങ്ങൾ പോകുന്നില്ല. ആർക്കും തന്നെ ഇസ്രയേലിൻ്റെ ഉൽപ്പന്നമാണെങ്കിൽ വേണ്ട എന്നുള്ള ഒരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി. യൂറോപ്പ് വേണ്ടെന്ന് പറയുന്നു. അറബ് ലോകത്തിന് പണ്ടേ വേണ്ട. ഇനി അവരുമായി ബന്ധമുള്ള രാജ്യങ്ങൾ പോലും ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യം. അതുപോലെ ഈ ഇസ്രയേലിൽ നിക്ഷേപം നടത്തുന്ന പല അന്തർദേശീയ കമ്പനികൾ പോലും യുദ്ധഭീഷണിയിൽ അവർ നിക്ഷേപം ഇറക്കാതെ ഇസ്രയേലിൽ ഇൻവെസ്റ്റ് ചെയ്യാത്ത സാഹചര്യവും അതുപോലെ തന്നെ ഉള്ളവരൊക്കെ മടങ്ങിപ്പോകുന്ന സാഹചര്യവും ഉണ്ടായി. നമുക്കറിയാം, ആഴ്ചകൾക്ക് മുമ്പാണ് ഇറാനുമായ ഒരു സംഘടനത്തിൽ ഇസ്രയേൽ ഒന്ന് കൈകോർത്ത് നോക്കിയത്. എന്നാൽ പല സ്ഥാപനങ്ങളുടെയും ഓഫീസുകളും ബിൽഡിങ്ങുകളും പൊളിഞ്ഞ് തരിപ്പണമായി പോയി ഇറാനിയൻ മിസൈലിൽ എന്നുള്ളതാണ്. അത്തരത്തിൽ എപ്പോഴും ഒരു യുദ്ധഭീഷണിയുള്ള, എപ്പോഴും മിസൈൽ വന്ന് പതിക്കുവാൻ, ഹൂത്തികളുടെയും ഇറാന്റെയും മിസൈൽ വന്ന് പതിക്കുവാൻ സാധ്യതയുള്ള ഒരു രാജ്യത്ത് നമ്മളാണെങ്കിൽ നിക്ഷേപം ഇറക്കുമോ? അപ്പൊ അതുകൊണ്ട് തന്നെ ലോകത്തെ പ്രമുഖ കമ്പനികളൊക്കെ നിക്ഷേപങ്ങൾ പിന്മാറുന്ന ഒരു കാഴ്ചയാണ് ഇസ്രയേലിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ലോകാടിസ്ഥാനത്തിൽ തന്നെ BDS എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം ഇസ്രയേലി ഉൽപ്പന്നങ്ങൾ, അതുപോലെ ഇസ്രയേലുമായി ബന്ധമുള്ളവരുടെ ഉൽപ്പന്നങ്ങൾ ഉപരോധിക്കണമെന്ന് ലോകരാജ്യങ്ങളിലെ ജനങ്ങളോട് പറയുകയും അത് വലിയ ഒരു സ്വീകാര്യത ലോകത്താകമാനം അതിന് ലഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. നമുക്കറിയാം, ഞാൻ പോലും കണ്ടിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിലൊക്കെ പലരും ഈ ഒരു ആപ്പുമായി വന്നുകൊണ്ട് ബാർകോഡ് സ്കാൻ ചെയ്ത് അത് ഇസ്രയേലുമായി ബന്ധപ്പെട്ട ഉൽപ്പന്നമാണെങ്കിൽ ക്രോസ് ലൈൻ തെറ്റ് കാണിക്കുകയും അത് സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. അത്തരത്തിൽ പർച്ചേസ് ചെയ്യുന്നതിലേക്ക് അറബികളും മറ്റുമൊക്കെ വളരെ ശക്തമായ രീതിയിൽ പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രയേലുമായി ബന്ധപ്പെട്ട കമ്പനികളൊക്കെ ലോകത്ത് വൻ നഷ്ടങ്ങൾ നേരിടുകയും കൂപ്പുകുത്തുകയും ചെയ്ത ഒരു സാഹചര്യത്തിലൂടെ ഇസ്രയേൽ കടന്നു പോകുമ്പോഴാണ് ഇസ്രയേലി പ്രധാനമന്ത്രി പറയുന്നത്, നമ്മളുടെ സാമ്പത്തിക രംഗം വളരെ വഷളായിരിക്കുന്നു, നമ്മൾ ലോകത്ത് ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു, നമ്മൾ അതിന് പ്രാപ്തരാകണമെന്നത്. ഇത് നമ്മെ ഏറെ സന്തോഷിപ്പിക്കുന്ന വിഷയമാണ്. കാരണം ലോകത്തെ ഒരു നിയമങ്ങളെയും അംഗീകരിക്കാതെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു രാജ്യം തീർച്ചയായും ഒറ്റപ്പെടണം എന്ന് ആഗ്രഹിക്കുകയാണ്. അനാവശ്യമായി ലോകത്ത് ഒരു രാജ്യവും ഒറ്റപ്പെടണമെന്ന് നമ്മളാരും ആഗ്രഹിക്കുന്നില്ല. ഒരു മതത്തിൻ്റെ വക്താക്കളും അത്തരത്തിലാവണമെന്ന് നമ്മളാരും ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇസ്രയേൽ എന്ന് പറയുന്ന ഭീകര രാജ്യം, നമുക്കറിയാം, ഗാസയിലെ പിഞ്ചു കുഞ്ഞുങ്ങളെ, ഇന്നലെ ഞാനൊരു വീഡിയോ കാണാൻ ഇടയായത്, അൽ ജസീറ പുറത്തുവിട്ട ഒരു വീഡിയോയിൽ 10 മിനിറ്റാണ് ഒരു 10 നിലയോളം വരുന്ന ഗാസയിൽ ഒരു ബിൽഡിങ്ങിൽ നിന്ന് കാലിയാക്കാൻ ഇസ്രയേൽ കൊടുത്തത്. അവർ ഉറങ്ങുന്ന പുതപ്പും കിടക്കയും
മറ്റ് അവരുടെ ആവശ്യ സാധനങ്ങളുമൊക്കെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് പുറത്തേക്ക് എറിയുകയാണ്. അതെടുത്തു നീക്കാൻ പോലും സമയം കൊടുക്കാതെ നിമിഷങ്ങൾക്കകം ഇസ്രയേലിൻ്റെ മിസൈൽ ആ ബിൽഡിങ്ങിനെ തരിപ്പണമാക്കി കളഞ്ഞു എന്നുള്ളതാണ്. അതിങ്ങനെ താൻ ഇതുവരെ താമസിച്ച ബിൽഡിങ് തകർന്നു പോകുന്നത് നോക്കി നിൽക്കുന്ന പാവം ഫലസ്തീനികൾ. നമുക്കറിയാം എന്തൊരു നീറുന്ന കാഴ്ചയാണ്. 18,000-ന് മുകളിൽ കുട്ടികളെ അവിടെ കൊന്നു തീർത്തു. ഇപ്പോൾ പട്ടിണിക്കിട്ടുകൊണ്ട് കൊന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അന്തർദേശീയ നിയമങ്ങളെയൊക്കെ കാറ്റിൽ പറത്തുന്ന ഈ പ്രവർത്തനങ്ങളെ ഭീകരവാദം എന്നല്ലാതെ തുർക്കി വിശേഷിപ്പിച്ചതുപോലെ ഇത് സ്റ്റേറ്റ് ടെററിസമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ രാജ്യം ഒറ്റപ്പെടണം, ഈ രാജ്യം തകരണം. ലോകത്ത് അവരെ അംഗീകരിക്കുന്ന ഒരാൾ പോലും ഇല്ലാത്ത രീതിയിലേക്ക് അവർ അധപ്പതനം നേരിടണം. തൽക്കാലം വിടാം, നമുക്ക് വീണ്ടും കാണാം.